ഒരാളെ സാമ്പത്തികമായി സഹായിക്കുക, ആ സഹായത്തിന് പ്രതിഫലമായിട്ട് ലഭിക്കുന്നത് തൻ്റെ കരിയർ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ചലച്ചിത്ര നടൻ ഹരീഷ് കണാരൻ്റെ കഥകൾ കേൾക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഹരീഷിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം. ഒരുപാട് കഥകൾ നമ്മൾ പുറത്ത് കേൾക്കുന്നുണ്ട്. ഹരീഷ് ചതിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. എന്താ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചത്? അല്ല, നമ്മളൊരു സുഹൃത്ത് ഒരു അത്യാവശ്യ ഘട്ടത്തിലൊരു സഹായം ചോദിക്കുമ്പം നമ്മളത് ചെയ്തു കൊടുത്തു. ചെയ്തു കൊടുത്താണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ സിനിമയിൽ നമ്മൾ ചെറിയ റോൾ ചെയ്ത് വന്ന ആളാണ്. പിന്നെ കോമഡി ഫെസ്റ്റിവലിൽ കൂടെ വന്ന് കണാരൻ എന്ന ക്യാരക്ടർ ക്ലിക്കായി. അതിന്ന് സിനിമയിലേക്ക് വന്ന് സിനിമയിൽ ചെറിയ പരിപാടികൾ ചെയ്ത് ഒരു സമയത്ത് ക്ലിക്കായി. നമുക്ക് ഭയങ്കര തിരക്കുള്ള സമയത്ത് ഡേറ്റ് ഹാൻഡ്ലിങ് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് അത്ര തിരക്ക് വന്നപ്പോൾ എനിക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ള, കാരണം ഓരോ സ്ഥലത്തു നിന്ന് പരാതി, ഹരീഷ് ഇവിടെ ജോയിൻ ചെയ്തില്ല, മറ്റേ ലൊക്കേഷൻ എന്ന് പറയും, ഇവിടെ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയം വന്നപ്പോൾ ഇടവേള ഭാവിച്ചിട്ട് എന്നെ വിളിക്കും. ഹരീഷ് മൊത്തം വിഷയമാണല്ലോ, ഈ അമ്മയിലൊന്ന് മെമ്പർഷിപ്പ് എടുക്കുക, എന്നാലും നമുക്ക് ഇടപെടാൻ പറ്റില്ല. അമ്മയിൽ മെമ്പർഷിപ്പ് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്താണ് ബാദുഷ രംഗപ്രവേശനം ചെയ്യുന്നത്. ബാദുഷ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ സജീവമായി ഭയങ്കര തിരക്കുള്ളൊരു കൺട്രോളറായി മാറിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് എനിക്ക് രാജേഷ് നായരെ കല്യാണം എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്യുന്നതാണ്. ആ സമയത്താണ് അന്നൊക്കെ ഭയങ്കര ചിപ്പി രഞ്ജിത്താറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് സംസാരം, എൻ്റെ ഡേറ്റിൻ്റെ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അങ്ങനെ ഒരു തിരക്കുള്ളൊരു സമയത്തായിരുന്നു. ബാദുഷൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ സെറ്റ് ചെയ്ത് തരാം ഡേറ്റ്, എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. കൺട്രോളർമാർ വിളിക്കുമ്പോൾ ബാദുഷേൻ്റെ അടുത്താണ് ഡേറ്റ്. ബാദുഷ എല്ലാം കൈകാര്യം ചെയ്യുന്നത് ബാദുഷേനെ ഏൽപ്പിക്കാൻ പോവാണ്. അങ്ങനെ ബാദുഷ ഏറ്റെടുത്ത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ബാദുഷയാണ് ഫുള്ള് അവിടെ എത്ര ദിവസം. പിന്നെ ബാദുഷേൻ്റെ പടങ്ങൾ തന്നെയാണ് അധികം ചെയ്തുകൊണ്ട് നിന്നത്. ബാദുഷ പറയും, ഹരീഷ 10 ദിവസം ഇന്ന സ്ഥലത്ത് കേട്ടോ, 5 ദിവസം ഇന്ന സ്ഥലത്ത്, 2 ദിവസം ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട് ഷെഡ്യൂൾ ചെയ്ത് വിടും. നമ്മളതിനനുസരിച്ച് പോയി ചെയ്യുന്നത്. പണ്ട് ഈ അമ്പലപരിപാടിക്കൊക്കെ പോയ സമയത്തുള്ളതുപോലെ തന്നെ ഇന്ന ക്ഷേത്രത്തിലാണ് പരിപാടി, ഇന്ന ഡേറ്റ് ആണെന്ന് പറയുന്നത് പോലെ സിനിമയ്ക്ക് പോകാൻ തുടങ്ങി. അതെ. ഇയാൾ എനിക്ക് ടെൻഷനില്ല, കുഴപ്പമില്ല, ഓക്കെയാണ്. നമ്മൾ നല്ല രീതിക്ക് നമ്മൾ ബാദുഷേൻ്റെ വീട്ടിലാണെങ്കിൽ ബാദുഷ ഇവിടെ ആയിട്ട് നമ്മൾ ഫാമിലി ആയിട്ടും ഒക്കെ നല്ല അറ്റാച്ച്മെൻറ്റാണ്. അങ്ങനെ ഒരു ദിവസം ഈ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു മരട് ഫ്ലാറ്റ് പൊളിക്കുന്ന ആ ഒരു സൗബിന് ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന ആ സമയത്താണ് നമ്മൾ കള്ളൻ ഡിസൂസ എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്ത്. ആ സമയത്ത് തന്നെ എനിക്ക് ഷൈലോക്കിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, കള്ളൻ ഡിസൂസ, പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഉപചാരപൂർവ്വം ഗുണ്ടാജിയാൻ, അങ്ങനെ കുറേ പടങ്ങൾ നടക്കുന്നുണ്ട്. ബാദുഷൻ്റെ അടുത്ത് പറഞ്ഞ്, ഹരീഷ എനിക്ക് തോന്നുന്നു മൂപ്പര് ഒരു ഒബ്രമോളിൻ്റെ ബാക്കിൽ അങ്ങനെ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്, അതിൻ്റെ രജിസ്ട്രേഷനാണെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത്യാവശ്യമാണ് ഹരീഷ, അർജൻറ്റായിട്ട് എനിക്കൊരു 20 ലക്ഷം ചെയ്ത് തന്നേ പറ്റുള്ളൂ. ഞാൻ വൈഫിനെ വിളിച്ച് പറഞ്ഞ ഇങ്ങനെ ഇതുണ്ട്, സൈൻ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞ് അപ്പം തന്നെ 20 ലക്ഷം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞ്, പിന്നെ ഞാൻ ചെക്ക് സൈൻ ചെയ്ത് വെച്ച് പോകലുണ്ട്. അവർ വന്ന് ചെക്ക് കളക്ട് ചെയ്തിട്ട് 20 ലക്ഷം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത്. അക്കൗണ്ട് ത്രൂ ആണ് കൊടുത്തത്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത്. ആ സമയത്ത് നമ്മൾ പിന്നെ പൈസ കുഴപ്പമില്ല, ബാദുഷ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ച് ഇയാളെ പടങ്ങൾ തന്നെയാണോ നമ്മൾ ചെയ്യുന്നത്, തരുമല്ലോ. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചപ്പോൾ കുറച്ച് പൈസ ഇട്ട് തന്നു. എനിക്കൊരു 4 ലക്ഷം അങ്ങനെ എന്തോ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് എടുത്താൽ അറിയാം, ഇട്ട് തന്ന്. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് കൊറോണ വന്നു, ലോക്ക്ഡൗൺ ആയി. പിന്നെ നമ്മൾ കാരണം ആ സമയത്ത് ചോദിക്കുന്നത് ശരിയല്ലല്ലോ, കൊറോണയൊക്കെ മാറി ഇയാൾ വീണ്ടും സജീവമായ സമയത്ത് ഞാൻ കൊറോണയ്ക്ക് ശേഷം പിന്നെ ചെയ്തത് പടച്ചോരങ്ങൾ കാത്തോളി, അത് കഴിഞ്ഞിട്ട് മേഹു മൂസ എന്ന് പറഞ്ഞ് സുരേഷ് ഏട്ടൻ്റെ പടം. ആ സമയത്താണ് ഇവിടെ വീട് പണി നടക്കുന്നത്. ആ സമയത്ത് വീട് പണി ഏകദേശം എൻഡിലേക്കാകുമ്പോൾ നമുക്ക് ഒരു ചെറിയൊരു ഇത് വരുമല്ലോ. ഞാൻ ബാധിക്കാൻ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ആ പൈസ ഒന്ന് ഇട്ട് തരണം, അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഇത് പണി നടന്നുകൊണ്ടൊക്കെയാണ്, ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത്. ഒരു റിപ്ലൈ ഇല്ല. പിന്നെ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് വെടിക്കെട്ട് ഇറങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്ത് സൈ കെട്ടിട്ട് ഇയാൾ പിന്നെ ഫോണേ എടുക്കില്ല. പല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് എനിക്ക് ഇയാൾ വന്ന്, ഹരീഷ ഒരു 40 ദിവസം അജയൻ്റെ 2ാം മോഷണം എന്ന് പറഞ്ഞ പടത്തിൽ 40 ദിവസം വേണ്ടി വരും. അത് ബാദുഷ വിളിക്കുന്നത്. ബാദുഷേനെ അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനറും തോന്നുന്നുണ്ട്. പിന്നെ ബാദുഷ കൺട്രോളറൊക്കെ മാറി ഡിസൈനറായി, പ്രൊഡ്യൂസറായി, ഭയങ്കര സെറ്റപ്പായി പോയല്ലോ. വിളിച്ച് ഞാൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ ഇത് ഇട്ട് തരുമോ, നിങ്ങൾ പൈസ ഇട്ട് തരുമോ ചോദിക്കുമ്പം അതിന് മറുപടി ഇല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ബാബുചാറിനെ വിളിച്ചിട്ട്, ഇടവേള ബാബുചാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാബുചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു പൈസേൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു, വീട് പണി നടക്കുകയാണ്, ഒന്ന് വാങ്ങി തന്നാൽ വലിയൊരു ഉപകാരം ഉണ്ടായി എന്ന് പറഞ്ഞു.
ബാബുച്ചേട്ടൻ പറഞ്ഞു ഞാനും സംസാരിച്ചിട്ട്. അപ്പം ബാദുഷയായിട്ട് സംസാരിച്ച് ബാദുഷ സമ്മതിച്ച് എന്നോട് പറഞ്ഞു ബാദുഷ സമ്മതിച്ചിട്ടുണ്ട് കാര്യങ്ങൾ, നോക്കട്ടെ ഹരീഷിൻ്റെ കാര്യം ചെയ്യുക, ഉടക്കാനും നിൽക്കണ്ട, എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്ക്, ഇത് ബാദുഷേൻ്റെ വിഷയങ്ങൾ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇടവേള ബാബുച്ചേട്ടനെ വിളിച്ച് പറഞ്ഞോടുകൂടി പിന്നെ ഈ പടത്തിൻ്റെ കേസേ ഇല്ല. ARM ഷൂട്ട് തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ക്യാരക്ടർ മാറിപ്പോയിണ്ടാവും, എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് നൈറ്റിന് ഇവർ ARMൻ്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. അപ്പം ഞാനൊരു അവാർഡ് കൊടുത്ത് ഞാൻ തിരിച്ചിറങ്ങി ഞാൻ ടോവിനോനെ കണ്ടില്ല. ഞാൻ നേരെ വണ്ടി കയറി ഞാൻ പോന്നു. ഞാൻ കുറേ ഒരു 8 കിലോമീറ്ററോ പോകുന്നുണ്ട്. ഞാൻ ടോവിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഉണ്ടായി, ടോവി തിരക്കായതുകൊണ്ട് അടുത്തേക്ക് വരാൻ ഞാൻ പോന്നിട്ടൊന്നു. ഇവിടെ ചേട്ടൻ എവിടെ ഉണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ദൂരം പോകുന്നു പറഞ്ഞു. ചേട്ടൻ എവിടെ എത്തിയാലും ഞാൻ അവിടെ വന്ന് കാണും, എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നു. ഞാൻ അപ്പം തന്നെ ലൊക്കേഷൻ അയച്ചു തന്ന് ടോവി വന്ന് ടോവിനെ കെട്ടിപ്പിടിച്ച് സംസാരിച്ച് ചേട്ടൻ നല്ല ആളാണ്, നമ്മളൊരു പടത്തിൽ വിളിച്ചിട്ട് വന്നല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്കതിൽ ഡേറ്റൊക്കെ തന്നിട്ടുണ്ടായി. അപ്പം ഞാൻ ബാദുഷയായിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, ബാദുഷയെ വിളിച്ച് ഡേറ്റ് തന്ന്, പിന്നെ ഞാൻ ഈ പൈസ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായി, അതിൻ്റെ മേലെയാണോ പിന്നെ വിളിക്കാത്തത് എനിക്ക് അറിഞ്ഞൂടാന്ന്. അങ്ങനെ ഒരു വിഷയം ഉണ്ടായി. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ നമ്മളടുത്ത് പറഞ്ഞത് ചേട്ടന് ഡേറ്റ് ഇല്ല, വിളിച്ചിട്ട് റെസ്പോൺസ് ഇല്ല എന്നൊക്കെയാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതായത് ഈ പണത്തിൻ്റെ ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ പല വിധത്തിൽ ഇത്തരം ന്യായങ്ങളാണോ ആൾ അവിടെ പലയിടത്തും പറഞ്ഞിട്ടുള്ളത്? ആയിരിക്കും. പിന്നെ ഇത് ചോദിച്ചതിന് ശേഷം ഞാൻ അറിഞ്ഞത് പല ആൾക്കാരുടെ അടുത്തും എന്നെപ്പറ്റി ഭയങ്കരമായ നെഗറ്റീവുകൾ ഇയാൾ പറഞ്ഞു പരത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അതോടുകൂടി പിന്നെ പടങ്ങളില്ല. പിന്നെ പടങ്ങളില്ല. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ കൊറോണ കഴിഞ്ഞ് പടത്തിൻ്റെ എല്ലാ പരിപാടികളും മൊത്തത്തിൽ നിന്ന് മാറിയല്ല. പിന്നെ ഹ്യൂമർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരാൾക്കൊരു റൗണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ അവിടെ നിൽക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ മൈൻഡാക്കിയില്ല. പക്ഷേ പിന്നെ ഞാനിപ്പം ഇങ്ങനെ കുറേശ്ശെ ഓരോ ലൊക്കേഷനിൽ പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഈ വിഷയങ്ങൾ. പിന്നെ ഈ സംഭവം ജസ്റ്റ് മനോരമ എന്നാൾ ചോദിച്ച സമയത്ത് നമ്മൾ ഓൺലൈനിൽ പറഞ്ഞപ്പോഴാണ് പിന്നെ മറ്റേ ജിതിൻ ARMൻ്റെ ഡയറക്ടർ ചേട്ടാ നമ്മളോട് പറഞ്ഞത് ചേട്ടന് ഡേറ്റ് ഇല്ല, റെസ്പോൺസ് ചെയ്യില്ല, എൻ്റെ ഇതിൽ മെസ്സേജ് ഉണ്ട്, റെസ്പോൺസ് ചെയ്തില്ല എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇയാളങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കൊരു ഉപകാരം ചെയ്തിട്ട് നമുക്കത് നമ്മൾ അയാളോടുള്ള ഇഷ്ടം കൊണ്ടും ബഹുമാനം കൊണ്ടൊക്കെയാണ് കാരണം നമ്മളെ സിനിമയിലെത്തി നമ്മളെ ഡേറ്റ് നോക്കുന്ന, നമ്മളായിട്ട് വളരെ സൗഹൃദത്തിൽ നിൽക്കുന്ന ഒരാൾ ഒരു ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുത്ത്. ഇപ്പം അത് മൊത്തം നെഗറ്റീവായി ആകെ തിരിച്ചടിച്ചു. ഇതിപ്പം ഈ ഒരു കാലയളവിൽ ഏതാണ്ട് 8 വർഷത്തിന് സമയം ആയി കാണും അല്ലേ? അപ്പം അതിനിടയ്ക്ക് ഇപ്പം ഹരീഷ് കണാരൻ എന്ന് പറയുന്ന നടൻ പ്രതീക്ഷിക്കുന്നത് എത്രത്തോളം സിനിമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എത്രത്തോളം എന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം പല സിനിമയിലും ചിലപ്പം ഒരു 10 ദിവസം ചോദിക്കും, 10 ദിവസം ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി യാതൊരു ഇതുണ്ടാവില്ല, പിന്നെ വിളിക്കില്ല. ചിലപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അങ്ങനെ കുറേ പടങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. ചെയ്യേണ്ടിയിരുന്ന പല വേഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതും ഈ ഒരു പണം കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് ആയിരിക്കും. ഇനിയിപ്പം അദ്ദേഹത്തോട് ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കോൾ ചെയ്യുമ്പം റിയാക്ഷൻ ഉണ്ടോ, എന്താണ് നിലവിലുള്ള? അയാളിപ്പോൾ ഒരു ഭീഷണിയായിട്ടൊരു വീഡിയോ ഇട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇതോടുകൂടി എൻ്റെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വൈഫാകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അങ്ങനെ ഇപ്പോൾ ഒരു കലാകാരനെ അയാളുടെ കലയെ കില്ലിയിലൊന്നും എന്തായാലും നടക്കുന്ന കാര്യമല്ലല്ലോ. ഇനിയിപ്പം അമ്മയുമായിട്ട് പുതിയ കമ്മിറ്റിയൊക്കെ വന്നു കഴിഞ്ഞു, അമ്മയായിട്ട് പിന്നീട് സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് വേറെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്? എന്താ ഇപ്പം അമ്മയെന്ന് ജോയേട്ടൻ വിളിച്ചിട്ടുണ്ട്, പിന്നെ കുക്കു പരമേശ്വരൻ അവരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഉണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പുതിയൊരു കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടി വരും അമ്മയ്ക്ക്, എങ്ങനെ അതിൻ്റെ കൊടുക്കേണ്ടി വരും. അപ്പം അത് തയ്യാറാക്കി വൈകാതെ തന്നെ അത് ചെയ്യും. ഇനിയിപ്പം മുന്നോട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലും നമുക്ക് സിനിമ ഇതല്ലേ പറ്റൂ, മുന്നോട്ടുള്ള സിനിമകൾ എങ്ങനെയൊക്കെയാണ്? അല്ല മുന്നോട്ട് ഇനിയിപ്പോൾ ഇയാളെ ഭീഷണിക്ക് അനുസരിച്ച് ആയിരിക്കും എന്താ പരിപാടി. ആ ഭീഷണി അങ്ങനെ വിലപ്പോവില്ലല്ലോ, നമ്മുടെ കലയ്ക്ക് മുന്നില്ലാത്തത് വിലപ്പോവില്ല. ഇല്ല നമ്മൾ പ്രോഗ്രാമൊക്കെ ആയിട്ട് അങ്ങനെ പോകും, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇപ്പം നിലവിൽ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന മധുരക്കണക്ക് 4-ാം തീയതി. പിന്നെ ഞാനിപ്പോൾ മനോരമേൻ്റെ ഒരു സിറ്റ്കോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സോൾട്ട് മെങ്കോട്ടിൻ്റെ ഡയറക്ടർ രാജേഷ് നായർ. അതിപ്പോൾ എല്ലാ മാസവും 10 ദിവസം ഷൂട്ടുണ്ട്. അപ്പം തന്നെ മറ്റ് ചിത്രങ്ങൾ ഏതെങ്കിലും ആയോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കഥകളുടെ പുറത്ത് എല്ലാവരും ഉടക്കി നിൽക്കുകയാണ്? ഇല്ല ഇപ്പം കുറേ ആൾക്കാർ ഇപ്പോൾ 1-2 പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിച്ചു. അപ്പം തൽക്കാലം ആ പണം നമുക്ക് കിട്ടേണ്ടതുണ്ട്, എന്നാലും ഒരു പരിധിവരെ ഹാപ്പി ആയിട്ട് വരുന്നു. പിന്നെ അടിപൊളിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ആശങ്കപ്പെട്ടു. ചിരക്ക് ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എറണാകുളത്ത് പോവുക നിങ്ങൾ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ഒരു ആശങ്ക ഫാമിലിക്ക് ഉണ്ടായി. ബാദുഷ ഇനിയിപ്പം ഈ പിന്നെ റേച്ചൽ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം ഇതിൻ്റെ മറുപടി ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടുണ്ട്. എന്താണാവോ പറയുക.
എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു രേഖയുണ്ടല്ലോ, നിങ്ങൾ പണം കൈമാറിയതിന് രേഖയുണ്ട്, അത് വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഞാനിപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് HDFC വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട്. എന്തായാലും കംപ്ലൈൻറ്റ് അമ്മയ്ക്ക് കൊടുക്കും, ആ തുക തരണം എന്നുള്ളത് തന്നെയാണ്. പൈസയല്ലേ, അത് എന്തായാലും വേണം. അങ്ങനെ കലയെ കൊല്ലലൊന്നും നടക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിനുള്ള കഴിവ് അദ്ദേഹം അത് പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യത്തിലും തർക്കമില്ല. ആരൊക്കെ തടയാൻ ശ്രമിച്ചാലും അതിന് ഒരു തരത്തിലും സാധ്യതയും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആരായാലും വാങ്ങിച്ച തുക അത് തിരിച്ചു കൊടുത്തേ മതിയാവും. ഇത്തരം വീരവാദങ്ങളും ഘോഷ്ടികളും കൊണ്ടൊന്നും മുന്നോട്ട് പോകൽ സാധ്യവുമല്ല. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.